ഹായ് ഫ്രണ്ട്സ്, ജെനീസ് വ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് തയ്യാറാക്കുന്നത് നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയാണ്. വിഷു ഒക്കെ വരുന്നു, നമുക്ക് സദ്യക്ക് തയ്യാറാക്കാൻ പറ്റിയ മാമ്പഴ പുളിശ്ശേരിയാണ് തയ്യാറാക്കുന്നത്. പിന്നെ നമ്മൾ അതിനകത്ത് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് നമ്മൾ ഒന്ന് പ്രത്യേകമായിട്ടൊന്ന് അരച്ചൊക്കെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ എപ്പോഴും പറയുന്നതിനോട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഫ്യൂച്ചറിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് മൂവാണ്ടൻ മാങ്ങയാണ്. ഇത് സാധാരണ നമ്മൾ മാങ്ങ കറി വെക്കുന്നത് നമ്മൾ ഈ ചപ്പി ഈമ്പിയൊക്കെ തിന്നുന്ന ചെറിയ ടൈപ്പിലുള്ള നാട്ടുമാങ്ങ ഉണ്ടല്ലോ, അതാണ് ഒന്നുകൂടെ ടേസ്റ്റ്. പിന്നെ നമ്മളെ കിട്ടുന്ന സാധനം വെച്ച് നമുക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇത് നല്ല ടേസ്റ്റാണ്. അതിലൊരു 4 എടുത്തിട്ടുണ്ട്, അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടി മാങ്ങ ഒരു ചട്ടിക്കകത്തിലേക്ക് വെച്ചിട്ടുണ്ട്. ചട്ടിക്കകത്തിലേക്ക് തയ്യാറാക്കുന്നതാണ് കുറച്ചുകൂടി ടേസ്റ്റ്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണിൽ താഴെ കാശ്മീരി മുളക് പൊടിയാണ്. ലേശം ഒരു കളർ കിട്ടാൻ വേണ്ടിയാണ്. പിന്നെ ഓരോ മാങ്ങയുടെയും മധുരമൊക്കെ വ്യത്യസ്തമായിരിക്കും, അതിനനുസരിച്ചുള്ള പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കറിയിലൊക്കെ നമ്മൾ പച്ചമുളക് കീറിയാണ് ഇടുന്നത്. ഞാനിവിടെ ഈ പച്ചമുളക് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. അരച്ചെടുത്ത് ചേർക്കുമ്പോൾ ഈ പുളിശ്ശേരിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. കുറച്ച് വെള്ളം ചേർത്താണ് അരച്ചെടുക്കുന്നത്, എന്നാലേ അത് നന്നായിട്ട് അരഞ്ഞെടുക്കുകയുള്ളൂ. അപ്പോൾ അതുകൂടെ ഇതിനേക്ക് ചേർത്തിട്ടുണ്ട്. 3 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഇതിനകത്ത് കുരുമുളകും പിന്നെ ഈ മുളക് പൊടിയൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതിനനുസരിച്ച് എരിവിനനുസരിച്ച് ചേർക്കുക. പിന്നെ ലാസ്റ്റ് ഉപ്പൂടെ ചേർത്ത് ഈ മാങ്ങ വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് അടുപ്പിലേക്ക് വെച്ച് നമുക്കൊരു മീഡിയം തീയിൽ അടുപ്പിൽ വെച്ച് ഇത് വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് ഇതിനൊരു അരപ്പ് തയ്യാറാക്കിയെടുക്കണം. ഞാനൊരു അരമുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 7-8 മണി കുരുമുളകാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ നല്ല ജീരകം എടുത്തിട്ടുണ്ട്. അത് എല്ലാം കൂടെ നന്നായിട്ട് മഷി പോലെ ഒന്ന് അരച്ചെടുക്കണം. അതിനുവേണ്ടി മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനിയും ഈ തേങ്ങ അരച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഒത്തിരി വെള്ളം അങ്ങ് കൂടിപ്പോരുത്. തേങ്ങ നന്നായിട്ട് അരയാൻ മാത്രമായിട്ടുള്ള വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് മാറ്റി വെക്കാം. ഇതിൽ ചേർക്കാനുള്ള തൈര് ഞാൻ എടുത്തിട്ടുണ്ട്. 1.5 കപ്പ് തൈരാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. വെള്ളമൊന്നും ചേർക്കരുത്, ഇങ്ങനെ തന്നെ കട്ടയെല്ലാം ഒന്ന് ഉടച്ചെടുത്താൽ മതി. ഇപ്പോൾ തൈരും ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതും മാറ്റി വെക്കാം. ഈ സമയം കൊണ്ട് നമ്മൾ വേകാൻ വെച്ചിരിക്കുന്ന മാങ്ങ ഇപ്പോൾ ഒന്ന് വെന്തിട്ടുണ്ട്. അത് ഇടയ്ക്കൊന്ന് തിരിച്ചൊക്കെ ഇട്ട് ഒരു സൈഡ് ഒന്ന് വെന്ത് കഴിയുന്നുണ്ടെങ്കിൽ മറു സൈഡിലൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. പിന്നെ ഇതിൽ നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്ന വെള്ളം കുറച്ചുകൂടെ പറ്റാനുണ്ട്, അപ്പോൾ അതുവരെ നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ മാങ്ങ നന്നായിട്ട് വെന്ത് ഒഴിച്ചു കൊടുത്തിരിക്കുന്ന വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യമേ നമ്മൾ അരച്ച് ചേർത്തിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ അരപ്പ് മാത്രമാണ് ചേർക്കുന്നത്. അതോടൊപ്പം തന്നെ ലേശം വെള്ളം, ഒരു 1-2 ടേബിൾ സ്പൂൺ അത്രയും വെള്ളം ചേർത്ത് ഈ പ്ലേറ്റിനകത്തിൽ നമ്മൾ വെച്ചിരിക്കുന്നതിൻ്റെ അതിൽ അരപ്പൊന്ന് വീഴാൻ വേണ്ടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അധികം വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട. പിന്നെ ഈ അരപ്പ് നന്നായിട്ടൊന്ന് വേകണം. ആ കുരുമുളകും ജീരകവും തേങ്ങയുടെ ആ പച്ച കുത്തലൊക്കെ ഒന്ന് മാറാൻ വേണ്ടി നമുക്ക് ഇതൊന്ന് ഒരു 5 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വെക്കാം. അപ്പോൾ ഇവിടെ തേങ്ങ നന്നായിട്ട് പച്ച മണമൊക്കെ ഒന്ന് മാറി നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഉടച്ചെടുത്ത് വെച്ചിരിക്കുന്ന തൈരോട് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 4 മാങ്ങ എടുത്തത് കൊണ്ടാണ് ഒരു 1.5 കപ്പ് തൈര് എടുക്കുന്നത്. മാങ്ങയുടെയൊക്കെ അളവിനെ അനുസരിച്ച് ഇതെല്ലാം വ്യത്യസ്തം വരും. അപ്പോൾ ഈ തൈര് ഒഴിച്ച് ഒന്ന് ചൂടായ ഈ ചട്ടിക്കകത്ത് തന്നെ നല്ല ചൂടുണ്ട്. ഇതിലേക്ക് ഇനി ഒരു 1/2 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉലുവ വറുത്ത് പൊടിച്ചത് ചേർക്കണം, എന്നാലേ അതിനൊരു നല്ലൊരു ടേസ്റ്റ് വരുന്നുള്ളൂ. പിന്നെ നമ്മൾ ആദ്യമേ ചേർത്ത മധുരവും ഉപ്പും ഒക്കെ ഈ സമയത്ത് കറക്റ്റാണോ എന്ന് നോക്കണം. ഓരോ മാങ്ങയുടെ മധുരത്തിനനുസരിച്ചൊക്കെ വ്യത്യാസം വരും. അപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ലേശം കൂടെ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിനി വാങ്ങി വെക്കാം. ഇതിലേക്ക് ഇനിയും വറവലി ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കടുക് തളിക്കാൻ വേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ചിലർ നെയ്യിൽ വറുത്ത് ചേർക്കാറുണ്ട്. ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് വറുക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം.
വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടായി കഴിയുമ്പം അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ ചേർക്കാം. ഇതെല്ലാം നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം ഇത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കറിയിലേക്ക് ചേർത്ത് ഇളക്കിയെടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കിയെടുക്കാം. നല്ല ടേസ്റ്റാണ്. മധുരമൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പിന്നെ ഇഷ്ടപ്പെടും. അതേപോലെ തന്നെ നമ്മൾ സദ്യയിലൊക്കെ വിഷുവിൻ്റെയൊക്കെ സദ്യയിലൊക്കെ നമുക്ക് മെയിനായിട്ട് ഉപയോഗിക്കുന്നതാണ് മാമ്പഴ പുളിശ്ശേരി. അപ്പോൾ എല്ലാവരും ഇത്തവണത്തെ വിഷുവിനൊന്ന് തയ്യാറാക്കി നോക്കുക. അപ്പം ഈ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല. അപ്പം മറ്റൊരു വീഡിയോയുമായി കാണുമ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക്